ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ അശ്വതി അവിൻ. ഇന്ന് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിലൊരു ഒരു 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 എന്താ പറയുക, ഞങ്ങളുടെ കൂടെയുള്ളൊരു പെറ്റുണ്ട്. അത് ഞാൻ കാണിച്ചു തരട്ടാ. നമ്മുടെ സ്വന്തം കിട്ടാപ്പൻ. ഇവനാണ് ഞങ്ങളുടെ പെറ്റ്. ഇവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ഏത് പട്ടിക്കുട്ടിയായാലും പൂച്ചക്കുട്ടിയായാലും. എന്നെയും ഭയങ്കര ഇഷ്ടമായി. എന്തെന്ന് ഇവിടെ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. കാര്യം പപ്പ മീൻ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം അത് കഴിക്കാനായിട്ട് നിന്നപ്പോൾ ഞാൻ പിടിച്ച് കൊണ്ടുവന്നേന്. അതുകൊണ്ടാണ് ഇങ്ങനെ ആളോടാൻ നിൽക്കുകയാണ്. ഇല്ലടാ അവിടെ നോക്ക് വേണ്ടേ. ഹായ് പറ കണ്ട. ഇതാണ് എൻ്റെ പെറ്റ് കിട്ടുപ്പൻ. കിട്ടു എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം പൂച്ചക്കുട്ടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാണ്. ഇന്നത്തെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വ്ളോഗ് എടുക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എനിക്ക് 2 ഗോതമ്പ് ദോശ എടുത്തു. പിന്നെ കറിയായിട്ട് കട്ട ചമ്മന്തി ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് പിന്നെ എനിക്ക് തേയില വെള്ളം ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട്. പിന്നെ എനിക്കിന്ന് സ്കൂളില്ലായിരുന്നു ഗൈസ്. ഇന്ന് പണിമുടക്കായതുകൊണ്ട് എനിക്ക് സ്കൂളില്ലായിരുന്നു. പക്ഷേ എൻ്റെ ചേട്ടന് സ്കൂളുണ്ട്. എൻ്റെ ചേട്ടൻ സ്കൂളിൽ പോയേക്കാണ്. പിന്നെ പപ്പയ്ക്ക് ജോലി ഇല്ലായിരുന്നു. അങ്ങനെ പപ്പ ഇവിടെ ഉണ്ട്. പിന്നെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. പിന്നെ സമരം കാരണം കുറേ ജോലിക്കാരുടെയും പിന്നെ സ്റ്റുഡൻസിൻ്റെയും സമയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഗൈസ്. പിന്നെ അമ്മ, ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുകയാണ്. ചെറുതായിട്ട് വഴക്കൊക്കെ കിട്ടി വീഡിയോ എടുത്തുകൊണ്ട്. പിന്നെ അമ്മ അരി ചോറിടുകയാണ്. അപ്പോൾ എന്തായാലും അമ്മയുടെ ജോലി നടക്കും. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് തീർന്നു. അപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ നമ്മൾ. അപ്പം ഞാൻ എൻ്റെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ഒരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ബുക്ക്. കുട്ടികളുടെ മാർക്സിസം എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഞാൻ വായിക്കണത്. ഇതെടുത്തിട്ട് കുറച്ച് ദിവസമായി. ഇനി കുറച്ച് ദിവസമല്ല, ഒരു ദിവസം കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇനി ഇത് വായിച്ച് തീർന്നിട്ട് ഇനി അടുത്ത ബുക്ക് സ്കൂളിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഞാൻ വായിച്ച് തീർന്നിട്ട് വരാം. ഞാൻ ബുക്ക് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എനിക്ക് കഴിക്കാൻ ചോറ് കൊണ്ടുവന്നു. ചോറിൻ്റെ കൂടെ കറി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉണക്കമീൻ പൊരിച്ചതുണ്ട്, പിന്നെ മുട്ട വറുത്തതുണ്ട്, പിന്നെ ഒഴിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല തേങ്ങ വറുത്തരച്ച മീൻകറി ഉണ്ടായിരുന്നു. ദേ നമ്മുടെ രസം എത്തിയിരിക്കുകയാണ്. രസം നമ്മുടെ പാത്രത്തിലേക്ക്, ചോറിൻ്റെ മണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് നിറയെ രസം വേണം. അപ്പം എനിക്ക് ആവശ്യമുള്ള രസം എനിക്ക് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും നല്ല തേങ്ങ വറുത്തരച്ച മീൻകറി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഗൈസ്. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള മീൻകറിയും ഞാൻ എടുത്തു. പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല ചൂര മീൻകറിയായിരുന്നു ഗൈസ്. അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന നല്ല ടേസ്റ്റായിരുന്നു മീൻകറി. പിന്നെ ഞാൻ കഴിച്ചിട്ട് വരാം. അതെല്ലാം കൂട്ടി കുഴച്ച് ഞാനൊരു വായെടുത്ത് കഴിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ തൈരും മുളകും കൂടി ഒരു കടി കഴിച്ചു. നല്ല എരിവുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കഴിക്കട്ടെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് പഠിക്കാമായിരുന്നു. എനിക്ക് പഠിക്കാനായിട്ടുണ്ട്, ടെസ്റ്റ് പേപ്പറൊക്കെയാണ്. അങ്ങനെ പഠിക്കാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് തേയില വെള്ളവും സ്നാക്സും കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ തേയില വെള്ളം കുടിച്ചിട്ട് വരാം.
എന്നിട്ട് രാത്രി ആയപ്പോഴത്തേക്കും എൻ്റെ അപ്പച്ചി ഇലയപ്പം കൊണ്ടുവന്നു അവിടെ വെച്ചത്. എന്തായാലും രാത്രി എന്തായാലും എനിക്ക് ഇത്രയും മതി. ഞാനൊരു ഇലയപ്പവും കഴിച്ചിട്ട് എനിക്കെന്തായാലും കിടക്കണം. എനിക്ക് രാത്രി ഞാൻ എന്തായാലും എനിക്ക് ലൈറ്റായിട്ടുള്ള ഫുഡേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. ഇനിയൊരു